ഒടുവിൽ ശാസ്ത്രം ജയിച്ചു. നമ്പിനാരായണനെ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിക്കുമ്പോൾ ഇതൊരു പ്രായശ്ചിത്തം കൂടിയാവുകയാണ്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ISRO ചാരക്കേസിൽ നീതിക്കായി നടത്തിയ പോരാട്ടത്തിനൊടുവിൽ രാജ്യം പത്മഭൂഷൺ നൽകി നമ്പിനാരായണനെ ആദരിക്കുന്നത്. പത്മഭൂഷൺ പുരസ്കാരങ്ങൾ ലഭിച്ചത് ഇരട്ടി മധുരമാണെന്നും പത്മഭൂഷൺ ലഭിക്കുന്നതിന് വേണ്ടി താനൊന്നും ചെയ്തിട്ടില്ലെന്നും തന്റെ പോരാട്ടങ്ങൾ ആരോ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരിക്കാം, അതാണിപ്പോൾ ഈ പത്മഭൂഷണിലൂടെ നേടിയതെന്നും നമ്പിനാരായണൻ കൂട്ടിച്ചേർത്തു. ഇതുവരെ കേന്ദ്ര സർക്കാരിൽ നിന്ന് പരിഗണന ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ ലഭിച്ച ഈ പുരസ്കാരം അംഗീകാരമായാണ് കാണുന്നതെന്നും നമ്പിനാരായണൻ പ്രതികരിച്ചു. 1994 നവംബർ 30-നാണ് ISROയിലെ LPSC ഡെപ്യൂട്ടി ഡയറക്ടറായ നമ്പിനാരായണനെ അറസ്റ്റ് ചെയ്യുന്നത്. രാജ്യത്തിന്റെ ശാസ്ത്ര രഹസ്യം മറ്റൊരു രാജ്യത്തിനു വേണ്ടി ചോർത്താൻ ശ്രമിച്ചു എന്നതായിരുന്നു കേസ്. അറസ്റ്റിലായി 52 ദിവസം കഴിഞ്ഞാണ് ജാമ്യം ലഭിച്ചത്. നാണക്കേടിന്റെ 24 വർഷങ്ങളാണ് നമ്പിനാരായണന് ഇന്ത്യൻ നിയമവ്യവസ്ഥ നേടിക്കൊടുത്തത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നല്ല കാലം വരെ നീതിക്ക് വേണ്ടിയും സത്യത്തിനു വേണ്ടി പോരാടേണ്ടി വന്നു. ഒടുവിൽ സത്യം ജയിച്ചു. 2018-ൽ അംഗീകരിച്ചു കൊടുക്കേണ്ടി വന്നു. കൂടാതെ 50 ലക്ഷം രൂപ നഷ്ടപരിഹാര തുക കേരള മുഖ്യമന്ത്രി നേരിട്ട് നൽകുകയും ചെയ്തു. നീതിക്ക് മുന്നിൽ നീതിമാനും മുട്ടുകുത്തി. നമ്പിനാരായണനെ രാജ്യത്തിന്റെ വലിയ 3ാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ നൽകി ആദരിക്കുമ്പോൾ അധർമ്മത്തിനും അനീതിക്കുമെതിരായ വിജയമാണ് ആഘോഷിക്കപ്പെടുന്നത്.